പ്രകൃതിയെ വാടകയ്ക്ക് നൽകുന്ന ഒരു സ്ഥലമുണ്ട് തിരുവനന്തപുരത്ത്. ബാലരാമപുരം ഭഗവതി നടയിലെ ഗ്രാമത്തിലാണ് പ്രകൃതിയെ വാടകയ്ക്ക് കിട്ടുക. പഴമക്കാരുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായിരുന്ന നിരവധി ഉപകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഗൃഹാതുരത ഉണർത്തുന്ന ഗ്രാമത്തിലെ കാഴ്ചകളിലേക്ക്. ബാലരാമപുരം ഭഗവതി നടയിലാണ് ഗ്രാമമെന്ന് പേരിട്ടിട്ടുള്ള പദ്ധതി നടപ്പാക്കിയത്. ഇവിടെയുള്ള 2 ഏക്കറോളം സ്ഥലത്ത് പ്രകൃതിയുടെ സ്വാഭാവികത നഷ്ടപ്പെടാതെ ഗ്രാമത്തെ പുനരുജ്ജീവിപ്പിച്ചിരിക്കുന്നു. ചെടികളും കുളവും കാളവണ്ടിയും ഓല കൊണ്ടുള്ള കുടിലുമൊക്കെയായി നാട്ടിൻപുറത്തെ ഹൃദ്യമായ ഓർമ്മകളിലേക്ക് ആനയിക്കുന്ന ഒരിടം. നാട്ടിൻപുറങ്ങളിൽ നിന്നും അപ്രത്യക്ഷമായ പലതിനെയും മുതിർന്ന തലമുറയ്ക്ക് ഓർമ്മപ്പെടുത്തുകയും പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കേന്ദ്രമാണ് ഗ്രാമം. ഫോട്ടോഷൂട്ടിനും കുടുംബസംഗമത്തിനും ഇവിടെ ഉപയോഗിക്കാം. പ്രകൃതിയോടും പരിസ്ഥിതിയോടും നാട്ടിൻപുറങ്ങളോടുമൊക്കെ അതിരുകളില്ലാത്ത സ്നേഹം കാത്തു സൂക്ഷിക്കുന്ന മനോജ് ഗ്രീൻവുഡ്സ് എന്ന കലാസംവിധായകനാണ് ഗ്രാമത്തിന് പിന്നിൽ. പ്രകൃതി ഒരിക്കലും നമുക്ക് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റില്ല. ദൈവം തന്ന സ്ഥലത്തിന് നമുക്ക് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ഈ ഒരു സ്ഥലത്തിന് നമ്മുടെ ഒരു ക്യാപ്ഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ്, പ്രകൃതി നമുക്ക് ഒരു ദിവസത്തേക്ക് നിങ്ങൾക്ക് വാടകയ്ക്ക് തരാം. നമ്മുടെ വസ്തുക്കളും വീടുകളും ഒക്കെ വാടകയ്ക്ക് കൊടുക്കുമ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് ടോട്ടലി അങ്ങ് തന്നേക്കും. രാവിലെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചേൽപ്പിക്കുക. അത് നിങ്ങൾക്ക് എന്ത് വേണോ അതിൽ എൻ്റർടൈൻ ചെയ്യാം. അവർ കുഞ്ഞു കുഞ്ഞു പ്രോഗ്രാമുകൾ നടത്താം, ബർത്ത്ഡേ ഫംഗ്ഷൻ നടത്താം, ഇതുമായിട്ട് മിങ്കിൾ ചെയ്ത് നടക്കാം. നാടുമായിട്ട് ഇങ്ങനെ അങ്ങ് ഇഴകിച്ചേർന്ന് ഒരു ദിവസം ഇതിനകത്ത് ചിലവഴിക്കാം. ഗ്രാമത്തിലെത്തുന്ന സ്കൂൾ കുട്ടികൾക്ക് മരത്തിന് ചുറ്റുമിരുന്ന് പഠിക്കാനുള്ള സൗകര്യവുമുണ്ട്. ഇതോടൊപ്പം ഏറ്റവും ആകർഷകമായത് പഴയ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളുടെ അപൂർവ ശേഖരമാണ്. നിലംതല്ലിയും കലപ്പയും പഴയ തലമുറയിലെ ആഡംബര വസ്തുക്കളുമെല്ലാം ഈ മ്യൂസിയത്തിലുണ്ട്. നമ്മൾ എങ്ങനെയാണ് കട്ട നിർമ്മിക്കുന്നത്, അതിനെ നമ്മളിങ്ങനെ മണ്ണൊക്കെ ഇട്ട് ചെളിയാക്കി അതിൻ്റെയൊക്കെ ഡെമോകൾ നമ്മളിവിടെ കാണിക്കുന്നു. കുട്ടികൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കാം. ഈ നിലം അടിച്ചൊതുക്കുന്ന സംഭവങ്ങൾ, പിന്നെ കൃഷിക്ക് ആവശ്യമായ കലപ്പകൾ പോലുള്ള സാധനങ്ങൾ എങ്ങനെയാണ് ഉഴുന്നത്, അതിൻ്റെയൊക്കെ ഡെമോകൾ കാണിക്കാം. പിന്നെ നമ്മൾ ഉപയോഗിച്ചിരുന്ന പഴയ 90-കളിലും 80-ലും 70-കളിലുള്ള സാധനങ്ങളെ അവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കാൻ പറ്റും. അതിനെന്തിനാണ് ഉപയോഗിച്ചത്, എന്താണ് അതുകൊണ്ടുള്ള ഉപയോഗങ്ങൾ, ഇതെല്ലാം പറഞ്ഞു കൊടുക്കാൻ പറ്റും. കോൺക്രീറ്റ് ഒന്നും ഇവിടെ ഉപയോഗിച്ചിട്ടില്ലെന്നതാണ് പ്രത്യേകത. ചുറ്റും കോൺക്രീറ്റ് കെട്ടിടങ്ങൾ തലയുയർത്തുമ്പോൾ പ്രകൃതിയെ ചേർത്ത് പിടിച്ച് നടക്കാൻ ഒരിടം കൂടിയാണ് ഗ്രാമം. 24 തിരുവനന്തപുരം.